റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പീതാംബരൻ കൊലക്കേസ്. സൂപ്പർ ഹിറ്റായ സിനിമ CBI ഡയറിക്കുറിപ്പും അതേ തുടർന്ന് ഒട്ടേറെ CBI സിനിമകൾക്കും പ്രചോദനമേകിയ ഒരു കൊലപാതകം. കേരളക്കരയിൽ ആദ്യമായി പോളിഗ്രാഫ് ടെസ്റ്റും ഡമ്മി പരീക്ഷണവും നടത്തിയ കൊലപാതക അന്വേഷണം. അതുകൊണ്ടൊക്കെ തന്നെ ജനശ്രദ്ധ ഏറെ ആകർഷിച്ച കേസ് എറണാകുളം പാലാരിവട്ടത്ത് പോളക്കുളം ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റ് TD പീതാംബരന്റെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇതൊക്കെ വേണ്ടി വന്നത്. കൊച്ചി നഗരത്തെ ഞെട്ടിപ്പിച്ച ഒരു മരണമായിരുന്നു 1983 ഏപ്രിൽ 22-ാം തീയതി രാത്രിയിൽ നടന്ന പീതാംബരന്റേത്. പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് അല്പം വടക്കുമാറി കിഴക്ക് ഭാഗത്ത് 5 നിലകളോടുകൂടിയ വമ്പൻ കെട്ടിടമാണ് പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോം. പ്രത്യേക കവാടമുള്ള ടൂറിസ്റ്റ് ഹോമിനോടനുബന്ധിച്ച് ചൈതന്യ ബാറിന്റെ ടാറിട്ട മുറ്റത്ത് കിടന്നാണ് പീതാംബരൻ മൃതി അടഞ്ഞത്. ദേഹമാസകലം ഒടിവും ചതവും മുറിവുകളുമായി മൃതപ്രായനായി വീണ് നിമിഷങ്ങൾക്കകം മരിച്ചു. പുലർച്ചെ 4:30 സംഭവം. സുന്ദരനും സുശീലനുമായ പീതാംബരന്റെ മരണം ആ യുവാവിനെ അടുത്തറിഞ്ഞവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പുലർച്ചെ തന്നെ പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിന്റെ ടെറസിൽ നിന്നും "അയ്യോ അമ്മേ, എന്നെ കൊല്ലുന്നേ" എന്ന അലറിക്കരയുന്ന ശബ്ദം ടൂറിസ്റ്റ് ഹോമിലെ താമസക്കാരും ജോലിക്കാരും അയൽക്കാരും കേട്ടു. നിലവിളി കേട്ട ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഭാരമുള്ള എന്തോ ഒന്ന് ടൂറിസ്റ്റ് ഹോമിന്റെ ടെറസിൽ നിന്നും മുറ്റത്ത് വീഴുന്ന ശബ്ദം കേട്ടു. കില്ലപ്പട്ടികൾ നിർത്താതെ കുരയ്ക്കുകയും ഓലിയിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആർത്തനാദവും ഞരക്കവും കേട്ട് ടൂറിസ്റ്റ് ഹോമിലെ ജോലിക്കാരും താമസക്കാരും അയൽ വീടുകളിലെ ആളുകളും ഓടിക്കൂടി. പോളക്കുളത്ത് തന്നെ താമസിച്ചിരുന്ന പ്രൊബേഷണറി SIമാരായ VC ജോർജും PS സക്കറിയായും ടൂറിസ്റ്റ് ഹോമിലെ മാനേജർ സുബ്രഹ്മണ്യനും മറ്റും സ്ഥലത്തെത്തുമ്പോ പീതാംബരൻ മൂളുകയും ഞരങ്ങുകയും ചെയ്യുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ സക്കറിയ പീതാംബരന്റെ അടുത്തേക്ക് കുനിഞ്ഞുകൊണ്ട് ചോദിച്ചു, "ഇതെന്ത് പറ്റി പീതാംബര?" പീതാംബരൻ കണ്ണു തുറന്ന് ദയനീയമായി മേലോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, "എന്നെ കൊന്നു." "ആരാണ് നിന്നെ എങ്ങനെ ചെയ്തതെന്ന്?" സക്കറിയ വീണ്ടും വീണ്ടും ചോദിച്ചു. പീതാംബരന്റെ ചുണ്ടുകൾ എന്തോ പറയാനായി വിതുമ്പിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിമിഷങ്ങൾക്കുള്ളിൽ പീതാംബരന്റെ ചലനമറ്റു. ഏതാണ്ട് നഗ്നാവസ്ഥയിലായിരുന്ന പീതാംബരന്റെ വായിൽ നിന്നും ചുടുചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കാർ വരുത്തി. അതിൽ പീതാംബരനെ പള്ളിമുക്കിലുള്ള എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൂടെ ടൂറിസ്റ്റ് ഹോമിലെ അക്കൗണ്ടന്റ് സുകുമാരൻ, ജോസ്, ലെനിൻ എന്നിവരും കയറി. മെഡിക്കൽ ട്രസ്റ്റിലെത്തിയ പീതാംബരനെ പരിശോധിച്ച് ഡോക്ടർ അയാൾ മരിച്ചതായി രേഖപ്പെടുത്തി. ഇതിനിടെ പീതാംബരന്റെ പിതാവ് ദാമോദരനെ ടൂറിസ്റ്റ് ഹോമിന്റെ തൊട്ടടുത്ത താമസക്കാരനായ രാഘവൻ വിവരമറിയിച്ചു. ഉടനെ ദാമോദരനും പീതാംബരന്റെ സഹോദരനും കൂടി മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പാഞ്ഞെത്തി. അപ്പോൾ അവർ അവിടെ കണ്ടത് ചേതനയറ്റ പീതാംബരന്റെ ശരീരമാണ്. ഡെഡ് ബോഡിയുടെ അടുത്ത് അക്കൗണ്ടന്റ് സുകുമാരനെ നിർത്തിയിട്ട് ടൂറിസ്റ്റ് ഹോം മാനേജർ സുബ്രഹ്മണ്യൻ പോലീസിൽ വിവരമറിയിക്കാൻ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി. അയാൾ നേരെ പോയത് പാലാരിവട്ടത്ത് തന്നെ താമസിക്കുന്ന പോളക്കുളം ടൂറിസ്റ്റ് ഹോമിന്റെ ഉടമയായ നാരായണന്റെ വസതിയിലേക്കായിരുന്നു. അവിടെ ഇരുന്ന് എന്തോ ചില ചർച്ചകൾ നടത്തിയ ശേഷം കളമശ്ശേരി പോലീസിൽ പീതാംബരന്റെ മരണവിവരം അറിയിച്ചു. ഏതാണ്ട് രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴേക്കും കളമശ്ശേരി SI മുഹമ്മദ് ബഷീർ പീതാംബരന്റെ അസ്വാഭാവിക മരണം സംബന്ധിച്ച് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി. തുടർന്ന് 8:30 മെഡിക്കൽ ട്രസ്റ്റിലെത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് കുഞ്ഞ് മൃതദേഹം പരിശോധിച്ചു. പീതാംബരന്റെ ശരീരത്തിൽ 15 പരിക്കുകൾ രേഖപ്പെടുത്തി. ഒന്നാമത്തെ പരിക്ക് ലിംഗത്തിൽ, രണ്ടാമത്തേത് വൃഷണങ്ങൾ മുഴുവനുമായി ചതഞ്ഞെറിഞ്ഞ വൃഷണസഞ്ചി, 8 സെന്റിമീറ്റർ നീളത്തിൽ കീറി മുറിഞ്ഞ പരിക്കുമായിരുന്നു. ഇടത് തുടയല്, വലത് കാൽക്കുഴ, ഇടതു കൈ ഇവ ഒടിഞ്ഞിരുന്നു. പീതാംബരന്റെ ദേഹമാസകലം പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് മുഹമ്മദ് കുഞ്ഞ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതി. പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റ് TD പീതാംബരൻ ഒന്നിലധികം പേർ ചേർന്ന് ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന്
ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിക്കൽ ഓഫീസർ പ്രൊഫസർ ഡോക്ടർ ബി ഉമാദത്തന്റെ മേൽനോട്ടത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ലിംഗത്തിലെയും വൃഷ്ണത്തിലെയും മുറിവുകൾ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണ ചുമതല സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം സംഭവ ദിവസം 4 മണിക്ക് സിറ്റി ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി മത്തായിക്ക് CI മുഹമ്മദ് കുഞ്ഞ് കൈമാറി. നീണ്ട 5 ദിവസത്തെ അന്വേഷണത്തിലും പീതാംബരൻ കൊല ചെയ്യപ്പെടുകയായിരുന്നുവെന്ന നിഗമനത്തിൽ ഡിവൈഎസ്പി മത്തായി എത്തിച്ചേർന്നു. ദിനപത്രങ്ങളിലും ടൂറിസ്റ്റ് ഹോമിലെ കൊലപാതകം എന്ന തലക്കെട്ടോടെ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഉടനെ തന്നെ കൊലയാളി ആരായിരുന്നാലും പോലീസ് പിടികൂടുമെന്ന പ്രസ്താവനകളും വന്നു. തിരച്ചിലുകളും ചോദ്യം ചെയ്യലുകളും ബഹളങ്ങളുമായി. ഇതിനിടെ PT മത്തായി എന്ന ഡിവൈഎസ്പി തയ്യാറാക്കിയ മഹസർ ഇങ്ങനെയായിരുന്നു. മൃതദേഹം കെട്ടിടത്തിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ നിന്നും 4.5 മീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് കിടന്നിരുന്നത്. സമീപത്ത് രക്തവും മലവും ഉണ്ടായിരുന്നു. വാച്ച് സ്ട്രാപ്പിന്റെ 5 കഷ്ണങ്ങളും അതിനടുത്ത് ഉപയോഗിച്ച 14 തീപ്പെട്ടിക്കൊള്ളികളും കണ്ടെടുത്തു. ഗ്ലാസ് പൊട്ടിയ നിലയിൽ ഒരു ടോർച്ചും 4 താക്കോലുകൾ ചേർന്നുള്ള ഒരു താക്കോൽ കൂട്ടവും ഒരറ്റത്ത് ദ്വാരമുള്ള ലാത്തിയും അവിടെ എവിടെയായി രക്തക്കറ പുരണ്ട ഒരു കീറിയ ലുങ്കിയും കണ്ടെത്തി. ടൂറിസ്റ്റ് ഹോമിന്റെ ഗോവണിപ്പടിയുടെ അടുത്ത് പഴകി കീറിയ കറ പുരണ്ട ഷർട്ടും പോലീസ് സംഘത്തിന് കിട്ടി. ടൂറിസ്റ്റ് ഹോമിന്റെ ടെറസിൽ നിന്നും സംഭവ ദിവസം വൈകിട്ട് 5:30 ഡിവൈഎസ്പി മത്തായി ഒരു ജോഡി ചെരുപ്പ് കണ്ടെടുത്തു. ടെറസിന്റെ കിഴക്കേ അറ്റത്തു നിന്നും കിഴക്ക് വശത്തുള്ള മുറ്റത്തേക്ക് ഇറങ്ങുവാനുള്ള ഗോവണിയിലേക്ക് ഒരു വാതിലുണ്ട്. ടെറസിന്റെ കിഴക്കേ അറ്റത്തായി ഒരു വാട്ടർ ടാങ്കുമുണ്ട്. ഡിവൈഎസ്പി മത്തായി നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ കോണിപ്പടിയിലേക്ക് തുറക്കുന്ന കതക് പാളികളിൽ രക്തം പുരണ്ട വിരലടയാളങ്ങൾ കണ്ടെത്തി. വാട്ടർ ടാങ്കിലും 3 ചോര പുരണ്ട വിരലടയാളങ്ങൾ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട പീതാംബരനും ഹോട്ടൽ ബോയ്സായ AS ശിവദാസനും കൊച്ചു പീതാംബരനും താമസിച്ചിരുന്ന 4ാം നിലയിലെ 411 നമ്പർ മുറിയും ഡിവൈഎസ്പി പരിശോധിച്ചു. ആ മുറിയിൽ നിന്നും പീതാംബരന്റെ ഒരു ബ്രീഫ് കേസും കണ്ടെടുത്തു. അതിൽ 176 രൂപയും ഒരു ലങ്കോട്ടിയും സോപ്പും ബ്രഷും ഷേവിംഗ് സെറ്റും പേസ്റ്റും പിന്നെ പീതാംബരന്റെ വിലാസത്തിൽ വന്ന കുറച്ച് എഴുത്തുകളും ഉണ്ടായിരുന്നു. തന്റെ 5 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ഡിവൈഎസ്പി മത്തായി നൽകിയ റിപ്പോർട്ട് പ്രകാരം പീതാംബരനെ സംഭവ ദിവസം പുലർച്ചെ 4:30 ആരോ ബലം പ്രയോഗിച്ച് വായടപ്പിച്ച് ടെറസിൽ നിന്ന് പൊക്കിയെടുത്ത് താഴേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നും തന്മൂലമുണ്ടായ മുറിവുകളും ഒടിവുകളും കാരണം ആശുപത്രിയിലേക്ക് പോകും വഴി രാവിലെ 5 മണിക്ക് മരിക്കുകയും ചെയ്തുവെന്ന് നിഗമനത്തിലെത്തുന്നു. ടൂറിസ്റ്റ് ഹോം ഉടമ പോളക്കുത്ത് നാരായണൻ 1983 ഏപ്രിൽ 17 ടൂറിസ്റ്റ് ഹോമിൽ തല്ലുണ്ടാക്കിയ ചെറുപ്പക്കാരൻ. റൂം ബോയ് ശിവദാസൻ എന്നിവർക്ക് പീതാംബരന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വിശദമായ അന്വേഷണം വേണമെന്ന് ഡിവൈഎസ്പി മത്തായി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചു. വിശദമായ അന്വേഷണത്തിന് അനുയോജ്യനായ ഓഫീസറെ തന്നെ ചുമതലയേൽപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിശ്വംഭരനായിരുന്നു തുടർന്നുള്ള അന്വേഷണം. മെയ് 22 അന്വേഷണം ആരംഭിച്ച ഡിവൈഎസ്പി വിശ്വംഭരൻ നവംബർ 21 വരെ നടത്തിയ അന്വേഷണത്തിൽ പീതാംബരൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സംശയാതീതമായ നിഗമനത്തിൽ എത്തിച്ചേർന്നു. കൊലപാതകത്തിന്റെയും അപകട മരണത്തിന്റെയും സാധ്യതകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ആത്മഹത്യാ സിദ്ധാന്തത്തെ പിന്താങ്ങാൻ 3 കാരണങ്ങളാണ് SK വിശ്വംഭരൻ ഡിവൈഎസ്പി ചൂണ്ടിക്കാണിച്ചത്. പീതാംബരൻ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത കടുത്ത സ്കിസനോഫ്രീനിയ എന്ന മാനസിക രോഗത്തിന് അടിമയായിരുന്നു. അതായിരുന്നു 1ാമത്തെ കാരണം. 2ാമത്തെ കാരണം പീതാംബരന് പ്രേമ നൈരാശ്യമുണ്ടായിരുന്നു. 3ാമത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഉമാദത്തന്റെ അഭിപ്രായത്തിൽ പീതാംബരന്റെ ശരീരത്തിൽ കാണപ്പെട്ട പരിക്കുകളെല്ലാം ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ പറ്റാവുന്നവയാണ്. പീതാംബരന്റെ തലയ്ക്ക് പരിക്കില്ലായിരുന്നു. കാലും പൃഷ്ഠവും കുത്തിയാണ് വീണത്. കൊല ചെയ്യുന്നതിന് ആരെങ്കിലും താഴേക്ക് വലിച്ചെറിഞ്ഞാൽ തലകുത്തി മാത്രമേ വീഴൂ എന്നതിനാൽ തലയ്ക്ക് പരിക്കുണ്ടാകും. പക്ഷെ ഈ റിപ്പോർട്ട് അപ്പാടെ വിഴുങ്ങാൻ പീതാംബരന്റെ ബന്ധുക്കളോ നാട്ടുകാരോ തയ്യാറായിരുന്നില്ല. മല പോലെ വന്നത് മഞ്ഞുപോലെയായി എന്ന് പറഞ്ഞതുപോലെയായി പോളക്കുളത്ത് നടക്കുന്ന ദുർമരണത്തിന്റെ കാര്യം. പത്ര റിപ്പോർട്ടർമാർ പീതാംബരന്റെ വീട്ടിലേക്ക് ഒഴുകി.
എന്താണ് സംഭവിച്ചത് എന്ന് വല്ല സൂചനയും കിട്ടുമോ എന്നറിയാൻ. പീതാംബരന്റെ സഹോദരൻ കൃഷ്ണദാസ് ആണ് പലപ്പോഴും പത്രക്കാരെ അഭിമുഖീകരിക്കാറ്. ഇത് കൊലപാതകമാണ്. പീതാംബരന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പണവും സ്വാധീനവും കൊണ്ട് ഇത് ആത്മഹത്യയാക്കി മാറ്റുന്നതാണെന്ന് തീർച്ച. ഏറെ സൗമ്യനും ആരെയും ആകർഷിക്കുന്ന പ്രകൃതക്കാരനുമായ പീതാംബരൻ പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോം തുടങ്ങിയ കാലം മുതൽ റിസപ്ഷനിൽ ജോലിക്ക് കയറിയതാണ്. ഒരു ടൂറിസ്റ്റ് ഹോമിന്റെ ഉടമയും നഗരത്തിൽ അറിയപ്പെടുന്ന അബ്കാരി കോൺട്രാക്ടറുമായ പോളക്കുളം നാരായണന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന പേരിലാണ് പീതാംബരനെ നാട്ടുകാർ അറിഞ്ഞിരുന്നത്. ഈ ജോലി പീതാംബരന് നേടിക്കൊടുത്തത് പിതാവ് ദാമോദരനായിരുന്നു. പോളക്കുളം നാരായണനും ദാമോദരനും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പീതാംബരന്റെ മരണത്തോടുകൂടി പാലാരിവട്ടത്തും പരിസര പ്രദേശത്തുമുള്ള പൗരമുഖ്യന്മാർ ചേർന്ന് അഡ്വക്കേറ്റ് സ്റ്റാൻലി കൺവീനറായി ഒരു പൗരസമിതിക്ക് രൂപം നൽകി. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സമയദൈർഘ്യം ഏറുന്നു, അതുകൊണ്ട് കാലയളവ് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൗരസമിതിക്കാർ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. അതിൻ പ്രകാരം അന്വേഷണത്തിനായി മറ്റൊരു ബാച്ചിനെ നിയമിച്ചു. അവരാണ് ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് വിധിച്ചത്. പൗരസമിതിക്കാർ പാലാരിവട്ടം ജംഗ്ഷനിലും പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിന് മുന്നിലും ടൂറിസ്റ്റ് കൊലപാതകം ഇത്ര ദിവസം എന്ന പേരിൽ ബോർഡുകൾ വെക്കുന്നു. അന്നത് ഒരു കൊലപാതകമല്ലെന്ന് ആർക്കും തോന്നിയുമില്ല. അതേക്കുറിച്ച് അന്നത്തെ പ്രമുഖ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. 24/4/1983 പുറത്തിറങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു: മരിച്ച പീതാംബരന്റെ 4 വാരിയലുകൾ ഒടിഞ്ഞിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ദേഹത്ത് 17 പരിക്കുകളാണുള്ളത്. 5 നിലകളിലുള്ള ഹോട്ടലിന്റെ മുകളിൽ നിന്ന് ചാടിയതോ തള്ളിയിട്ടതോ മൂലമുള്ള ക്ഷതങ്ങൾ കാണാത്തതുകൊണ്ട് ബലപ്രയോഗം നടന്നു കാണുമെന്ന് പോലീസ് അനുമാനിക്കുന്നു. ഒന്നിലേറെ ആളുകൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടാകുമെന്ന സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. 26/4/1983 ദീപിക, അതിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു: 2-3 ദിവസത്തിനകം അറസ്റ്റുകൾ ഉണ്ടാകത്തക്ക വിധം വ്യക്തമായ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. വീണ്ടും 4/5/1983 ദീപികയിൽ വന്ന വാർത്ത ഇപ്രകാരമായിരുന്നു: ഒരാഴ്ച മുമ്പ് ബാറിലിരുന്ന് മദ്യപിച്ച് ബഹളം കൂട്ടിയ അജയൻ എന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. അജയൻ പാലാരിവട്ടം ബാബു ബ്രദേഴ്സ് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമസ്ഥനാണ്. ഇന്ന് ഈ സ്ഥാപനം നിലവിലില്ല. 8/6/1983 മാതൃഭൂമി, അതിൽ വന്ന വാർത്ത ഇപ്രകാരമായിരുന്നു: പീതാംബരൻ കൊലക്കേസിൽ പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിലെ ജോലിക്കാരനായ ശിവദാസൻ മുൻകൂർ ജാമ്യം തേടി ഹർജി നൽകി. 15/6/1983 മനോരമയിൽ വന്ന വാർത്ത: പോളക്കുളത്തെ ജീവനക്കാരനായ ശിവദാസന് മുൻകൂർ ജാമ്യം കോടതി നൽകിയില്ല. വിശ്വംഭരന്റെയും ബാലകൃഷ്ണന്റെയും നേതൃത്വത്തിൽ പുനരാരംഭിച്ച അന്വേഷണത്തിൽ നിന്നാണ് പോലീസ് ആത്മഹത്യ എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത്. നിഗമനത്തിൽ എത്തിച്ചേരാൻ പ്രധാന കാരണമായി കാണുന്നത് പീതാംബരന്റെ ഡയറിയിൽ നിന്നും കണ്ടെടുത്തു എന്ന് പറയപ്പെടുന്ന മെഡിക്കൽ ഷോപ്പിലെ ബില്ല്. 2. മരണമേ നിനക്ക് സ്വാഗതം എന്ന ഡയറി കുറിപ്പ്. 3. എനിക്ക് തരാനുള്ള 1500 രൂപ അച്ഛന് കൊടുക്കണമെന്ന് 9/3/83 എഴുതിയ കുറിപ്പ്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ മരുന്നിന് നിർദ്ദേശിച്ചത് ഡോക്ടർ വർമ്മയായിരുന്നു. അദ്ദേഹം സൈക്കാട്രിസ്റ്റ് ആണ്. വർമ്മ പീതാംബരനെ ചികിത്സിച്ചിട്ടുണ്ട് അത്രേ. വർമ്മയെ പോലീസ് കണ്ടപ്പോൾ പീതാംബരന്റെ ചിത്രം കാണിച്ചുകൊണ്ട് ഇയാളെ അറിയുമോ എന്ന് ചോദിച്ചു. ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? ഈ രോഗത്തിൽ അകപ്പെട്ടവർ ആത്മഹത്യ ചെയ്യും. ചെറിയ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായാൽ മതി രോഗം മൂർച്ഛിക്കാനും ആത്മഹത്യ ചെയ്യാനും. പീതാംബരന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടാകാൻ കാരണം പ്രേമനൈരാശ്യം ആയിരുന്നത്രേ. പൗരസമിതിക്കാരോട് പോലീസ് വിസ്തരിച്ചു പറഞ്ഞത് ഇതൊക്കെയാണത്രേ. പീതാംബരന്റെ മരണത്തെക്കുറിച്ച് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ വർമ്മ പോലീസിനോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ അന്നത്തെ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലും പൗരസമിതി അംഗവുമായ CA മാധവൻ അദ്ദേഹത്തെ നേരിൽ കാണുകയുണ്ടായി. ഡോക്ടർ വർമ്മ മാധവനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പോലീസ് പറഞ്ഞ പ്രകാരമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസ് കാണിച്ചത് ഒരു ഒഴിഞ്ഞ കാർട്ടൂൺ കവറാണ്.
ആ മരുന്ന് എന്തിനെല്ലാം ഉപയോഗിക്കാം എന്ന് ചോദിച്ചപ്പോൾ അവസാനം ആത്മഹത്യ വരെയാകാം എന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് എടുത്തു കാണിച്ചത് പീതാംബരന്റെ ഫോട്ടോയാണ്. ആ ആളെ ചികിത്സിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്നും എന്ത് രോഗത്തിനാണ് എന്ന് പറയണമെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് പോയി. ഇതായിരുന്നു മാധവനോട് ഡോക്ടർ വർമ്മ പറഞ്ഞത്. ഇതുകൂടാതെ ഡിവൈഎസ്പി മത്തായി മാധവൻ മാസ്റ്ററോട് നേരിട്ട് പറഞ്ഞത് ഇതൊരു കൊലപാതകം തന്നെയായിരുന്നു എന്നാണ്. ഡോക്ടർ വർമ്മ നൽകിയ ഈ വിവരങ്ങളുമായി പൗരസമിതി വീണ്ടും പോലീസ് പാർട്ടിയെ കണ്ടു. അപ്പോൾ പൗരസമിതിയെ പരോക്ഷമായി മണ്ടന്മാർ എന്നാണ് വിശേഷിപ്പിച്ചത്. അവർ സമിതി അംഗങ്ങളോട് പറഞ്ഞു, ആത്മഹത്യ ചെയ്തപ്പോ കേട്ടത് അസുഖബാധിതനായ പീതാംബരന്റെ ആനന്ദ ശബ്ദമായിരുന്നു എന്ന് ജനങ്ങളോട് ഇവർ പറയേണ്ടതായിരുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾ എന്തിനു ഒഴിഞ്ഞു മാറി? സ്കിസോഫ്രീനിയ എന്ന രോഗമാണ് പീതാംബരന് ഉണ്ടായതായി പറയപ്പെടുന്നത്. ഈ രോഗം വന്നാൽ രോഗി പൊതുവെ ഒറ്റപ്പെടും. താൻ ആർക്കും വേണ്ടാത്തവനാണെന്നുള്ള ധാരണയിലെത്തും. പിന്നീട് ആത്മഹത്യ ചെയ്യും. തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഭേദമാകാത്ത അസുഖമല്ല ഇത്. മാത്രമല്ല ആത്മഹത്യയിലേക്ക് രോഗി എത്തിച്ചേരണമെങ്കിൽ 4-5 സ്റ്റേജ് കൂടി കഴിയണമത്രേ. ഒറ്റപ്പെടൽ എന്ന രോഗമുണ്ടായിരുന്നുവെങ്കിൽ പീതാംബരന് ടൂറിസ്റ്റ് ഹോമിലെ ജീവനക്കാരോടും അവിടെ എത്തുന്നവരോടുമൊക്കെ ഇടപെടാനും സഹകരിക്കാനും അവിടെ ജോലി ചെയ്യാനും കഴിയുമായിരുന്നുവോ എന്ന ചോദ്യം ഉയരുന്നില്ലേ? പല രോഗങ്ങൾക്കും നൽകാവുന്ന മരുന്നിന്റെ കുറിപ്പടി കാണിച്ചുകൊണ്ട് ഒരാൾക്ക് സ്കിസോഫ്രീനിയ ആണെന്ന് പറയാൻ കഴിയുമോ? പീതാംബരന്റെ സഹോദരൻ കൃഷ്ണദാസ് അന്ന് പറഞ്ഞത് പീതാംബരൻ ഡോക്ടറുടെ ചികിത്സയിൽ കുറച്ചു കാലം ഇരുന്നിട്ടുണ്ട്. അത് ഈ രോഗത്തിനൊന്നും ആയിരുന്നില്ല. മരണമേ നിനക്ക് സ്വാഗതം എന്ന് ഡയറിയിൽ കണ്ട കുറിപ്പ് നാടകവുമായി അടുത്ത ബന്ധമുള്ള ആളായതിനാൽ നാടകത്തിന്റെ പേര് എഴുതിയിട്ടതായിരുന്നു. പീതാംബരന് പ്രേമം ഉണ്ടായിരുന്നുവോ എന്ന് ആർക്കും നിശ്ചയമില്ല. അറിയാവുന്നത് ഒന്നു മാത്രം, പീതാംബരന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അനുജത്തിയെ വിവാഹം കഴിക്കണമെന്ന ഒരാലോചനയുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ആ പെൺകുട്ടിയുടെ വിവാഹം 1983 ജനുവരിയിൽ നടന്നിരുന്നു. അത് പ്രേമപരാജയമായി ചില കുബുദ്ധികൾ വ്യാഖ്യാനിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതായി പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ആത്മഹത്യ ചെയ്താലും ഇങ്ങനെയെല്ലാം സംഭവിക്കാം. രണ്ടാമത്തേത്, വൃഷണ സഞ്ചിക്ക് മാത്രമേ ക്ഷതം പറ്റിയിട്ടുള്ളൂ, വൃഷണങ്ങൾക്ക് കേടില്ല. മൂന്നാമത്, സൺഷെയ്ഡിൽ വന്നു വീണ ശേഷം നിരങ്ങിയാൽ വൃഷണസഞ്ചിക്ക് കേടുവരാം, നീര് വീഴാം, ലിംഗത്തിന്റെ അടിഭാഗം പൊട്ടുകയും ചെയ്യാം. പൗരസമിതി കൺവീനറും ക്രിമിനൽ ലോയലുമായ സ്റ്റാൻലി പറയുന്നത്, ഈ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ആത്മഹത്യയല്ല, കൊലപാതകമാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം. അദ്ദേഹം അമർഷത്തോടെ മറ്റു ചില ചോദ്യങ്ങളും ചോദിക്കുന്നു. ആരെങ്കിലും വൃഷണം കേടുവരുത്തി ആത്മഹത്യ ചെയ്തതായി കേട്ടിട്ടുണ്ടോ? പീതാംബരന്റെ മരണത്തിന് ഏകദേശം 20 മിനിറ്റ് മുമ്പ് ഒരു പാർട്ടിയെ പിരിച്ചുവിട്ടതായി പറയുന്നു. പിന്നെ 20 മിനിറ്റ് കൊണ്ട് രോഗം മൂർച്ഛിച്ച് മുകളിൽ പോയി ആത്മഹത്യ ചെയ്തെന്ന് വിശ്വസിക്കാമോ? മുകളിൽ നിന്ന് ചാടിയാൽ മുൻഭാഗത്ത് എവിടെയെങ്കിലും പരിക്ക് വേണ്ടേ? അതില്ല. എത്ര മനോരോഗിയാണെങ്കിലും ഇരുന്ന് നിരങ്ങി വൃഷണസഞ്ചി കേടുവരുത്തുമോ? അതിനുശേഷം മലർന്നു വീഴാൻ ശ്രമിക്കുകയും ചെയ്യുമോ? പീതാംബരൻ കൊലക്കേസ് CBIയുടെ അന്വേഷണ പരിധിയിൽ വന്നത് വളരെ യാദൃച്ഛികമായിട്ടായിരുന്നു. ഈ കേസിന്റെ ആവശ്യം പ്രമാണിച്ച് പ്രഗത്ഭനായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ചേറ്റൂർ ശങ്കരൻ നായർ ഡൽഹിയിലെത്തി. അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം ഡൽഹി CBI ഓഫീസിലെത്തി സുഹൃത്തും അന്നത്തെ CBI സ്പെഷ്യൽ ഡയറക്ടറുമായിരുന്ന CM രാധാകൃഷ്ണൻ നായരെ കണ്ടു. സംസാരത്തിനിടയിൽ പോളക്കുളത്തെ പീതാംബരൻ കൊലക്കേസും പരാമർശിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പ്രകാരം അരയ്ക്ക് താഴെയുള്ള എല്ലിലെ ഒട്ടനേകം ഒടിവുകൾ ഉയരത്തിൽ നിന്നും താഴെ വീണതുകൊണ്ട് ഉണ്ടായതാണെന്ന് വ്യക്തമാണെന്ന് മാത്രമല്ല, വീഴുമ്പോ കാലുകുത്തി പതിച്ചതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല 2 മാറലുകളും മുഖത്തെ അണപ്പല്ലിനടുത്തുള്ള ഒരെല്ലും ഒടിഞ്ഞതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഒരു വീഴ്ചയിൽ തന്നെ, അതും കാല് നിലത്തുകുത്തി വീണ ചുറ്റുപാടിൽ മറ്റുള്ള മുറിവുകളും അതേ വീഴ്ചയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് രാധാകൃഷ്ണൻ നായർ എന്ന CBI സ്പെഷ്യൽ ഡയറക്ടർ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് മരിച്ച ആളിനെ ആരോ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. ബലാത്കാരമായി പിടിച്ച് താഴോട്ട് എറിഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതയില്ലെന്ന് രാധാകൃഷ്ണൻ നായർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ കേസ് CBI അന്വേഷണത്തിന് വിധേയമാക്കണമല്ലോ എന്ന് ചേറ്റൂർ ശങ്കരൻ നായർ പറയുകയും ചെയ്തു.
പീതാംബരൻ കൊല്ലപ്പെട്ട മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് പോലീസിൽ അറിയിക്കുന്നത്. അതിനിടയിൽ തെളിവുകൾ തേച്ചു മായ്ച്ചു കളയാൻ കഴിയില്ല എന്നാണ് പൗരസമിതി കൺവീനറും ക്രിമിനൽ വക്കീലുമായ സ്റ്റാൻലി ചോദിക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ജോലിക്ക് ഹാജരാകേണ്ട ഗൂർഗ അന്നുണ്ടായിരുന്നില്ല. ബാറിന്റെയോ ടൂറിസ്റ്റ് ഹോമിന്റെയോ ടോപ്പ് ലൈറ്റ് ഇട്ടിരുന്നില്ല. ഇതറിയാവുന്ന ആരെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കാമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുവെന്ന് പീതാംബരന്റെ സഹോദരൻ പറയുന്നു. ആത്മഹത്യയായിരുന്നുവെങ്കിൽ പീതാംബരന്റെ കഴുത്തിലെ സ്വർണ്ണ ചെയിൻ എന്തിയെ? പോലീസ് നായ സ്ഥലത്തെത്തി മണം പിടിച്ചെത്തിയത് ടൂറിസ്റ്റ് ഹോമിന്റെ 3ാം നിലയിലാണ്. ആ മുറിയിൽ കിടന്നവരെ പറ്റി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇതിനു മുമ്പും ബാറിൽ ബഹളം ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പോലും പോലീസ് നടത്താറില്ല. അതിനർത്ഥം എന്താണ്? ബാറിനോടനുബന്ധിച്ചുള്ള റൗഡുകളുടെ പേര് വിവരങ്ങൾ പോലീസിന് കൊടുക്കുകയോ അവർ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലത്രേ. ഇതിനിടെ 2 ലക്ഷം രൂപ പീതാംബരന്റെ വീട്ടുകാർക്കും കുറെ പണം പൗരസമിതിക്കാർക്കും കൊടുത്ത് പോളക്കുളത്ത് നാരായണൻ കേസ് ഒതുക്കി എന്നൊരു വാർത്ത പറഞ്ഞു. ഇതേക്കുറിച്ച് ചോദിച്ചവരോട് പീതാംബരന്റെ സഹോദരൻ കൃഷ്ണദാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ മരണം നടന്ന ശേഷം ശവശരീരം കൊണ്ടുപോരുമ്പോ വഴിക്ക് വെച്ച് നാരായണൻ ഒരു റീത്ത് വെച്ചതല്ലാതെ മരണ വീട്ടിൽ പോലും ചെന്നില്ലത്രേ. ഒരു തൊഴിലാളി മരിച്ചാൽ മുതലാളി ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പിന്നല്ലേ ലക്ഷങ്ങളുടെ കണക്ക്. പോളക്കുളത്ത് നാരായണന്റെ കോഡ് നമ്പർ വെച്ച് ഫയലുകളിൽ പലതും പീതാംബരന്റെ വീട്ടിൽ നിന്ന് പോലീസാണ് കണ്ടെടുക്കുകയും കൊടുക്കുകയും ചെയ്തത്. പീതാംബരൻ ആത്മഹത്യ ചെയ്തതാണെന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിശ്വംഭരന്റെ കണ്ടെത്തൽ പിതാവായ ദാമോദരന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദാമോദരൻ ഡിവൈഎസ്പി വിശ്വംഭരൻ റിപ്പോർട്ട് സമർപ്പിച്ച ആലുവ 2nd ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്തു. വാദിഭാഗം ഹാജരാകാത്തതിനാൽ ഹർജി തള്ളി. വീണ്ടും നൽകിയ ഹർജിയും തള്ളപ്പെട്ടതിനെ തുടർന്ന് ദാമോദരൻ ഹൈക്കോടതിയെ സമീപിച്ചു. പീതാംബരം വധക്കേസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ പുനരന്വേഷണം നടത്താൻ 1985 ഓഗസ്റ്റ് 6 ജസ്റ്റിസ് പത്മനാഭൻ ഉത്തരവായി. എന്നാൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചില്ല. കോർട്ടലക്ഷ്യത്തിന് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ദാമോദരൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ചേറ്റൂർ ശങ്കരൻ നായരും അഡ്വക്കേറ്റ് സദറുൽ ആനവുമായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായത്. ദാമോദരന് സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുക തന്നെ ചെയ്തു. പീതാംബരൻ വധക്കേസ് സിബിഐ അന്വേഷിക്കാൻ ജസ്റ്റിസ് ES വെങ്കിടച്ചെല്ലയ്യ, ജസ്റ്റിസ് DP മദൻ എന്നിവരുടെ ബെഞ്ച് 1986 ഫെബ്രുവരി 14 ഉത്തരവിട്ടു. അപ്പോഴേക്ക് സംഭവം നടന്നിട്ട് 3 വർഷം പിന്നിട്ടിരുന്നു. അങ്ങനെ സിബിഐക്ക് വേണ്ടി 1986 മാർച്ച് 19 സിബിഐ ഓഫീസർ വർഗീസ് P തോമസ് കേസ് അന്വേഷണ ചുമതല ഏറ്റെടുത്തു. നീണ്ട 3 സംവത്സര കാലത്തിനുള്ളിൽ വിലപ്പെട്ട പ്രധാന പല തെളിവുകളും തേച്ചുമാച്ചു കളഞ്ഞതായി പ്രഗത്ഭനായ സിബിഐ ഓഫീസർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പല പ്രധാന സാക്ഷികളും കൂറുമാറി. ഇങ്ങനൊക്കെ ആയിട്ടും ഡിവൈഎസ്പി വിശ്വംഭരൻ പീതാംബരൻ ആത്മഹത്യ ചെയ്തുവെന്ന വാദത്തെ തുറന്നു കാട്ടാൻ വർഗീസ് P തോമസിന് നിഷ്പ്രയാസം കഴിഞ്ഞു. പീതാംബരന്റെ ആത്മഹത്യക്കുള്ള 3 പ്രധാന കാരണങ്ങളായി ഡിവൈഎസ്പി വിശ്വംഭരൻ ചൂണ്ടിക്കാട്ടിയതിൽ ഒന്നാമത്തേത് പീതാംബരന് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത സ്കിസ്നോഫ്രീനിയ എന്ന മാനസിക രോഗം ഉണ്ടായിരുന്നുവെന്നും രണ്ടാമത്തേത് അയാൾക്ക് പ്രേമ നൈരാശ്യം ഉണ്ടായിരുന്നുവെന്നും. ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് സിബിഐ ഓഫീസർ നിഷ്പ്രയാസം തെളിയിച്ചു. കൊല്ലപ്പെട്ട പീതാംബരന് സഹോദരൻ കൃഷ്ണദാസിന്റെ ഭാര്യയുടെ സഹോദരി മായയോട് പ്രേമമുണ്ടായിരുന്നുവെന്നാണ് ആത്മഹത്യാ സിദ്ധാന്തത്തിന് ബലം പകരുന്നത്. 1980 മായയുടെ പിതാവിന് കിട്ടിയ ഒരു ഊമക്കത്തിൽ പീതാംബരന് മായയെ വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അയാൾ മാനസിക രോഗിയായി തീരുമെന്ന് എഴുതിയിരുന്നു. ഈ എഴുത്ത് മായയുടെ പിതാവ് പീതാംബരന്റെ പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് ദാമോദരൻ മകൻ പീതാംബരനോട് ചോദിച്ചപ്പോ പതിവില്ലാതെ പീതാംബരൻ ശോഭിച്ച് സംസാരിക്കുന്നു. സ്വഭാവത്തിലെ വ്യത്യാസം കണ്ട് ദാമോദരൻ മകനെ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ARR വർമ്മയെ കാണിച്ച് ഉപദേശം തേടുന്നു. മായയുമായി തനിക്ക് അടുപ്പമുണ്ടെന്ന് വീട്ടുകാർ അറിഞ്ഞതിൽ പീതാംബരന് മാനക്കേട് ഉണ്ടാവുകയും മനസ്സിന് അല്പം ചാഞ്ചല്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അത്രേ. ഇത് ഭേദമാകാൻ കെമാഡിൻ, എസ്കാസിൻ തുടങ്ങിയ ചില മരുന്നുകൾ വർമ്മ കുറിച്ചു കൊടുത്തു. ഇത് സ്കിസ്നോഫ്രീനിയ രോഗികൾക്ക് കൊടുക്കുന്നവയല്ല. സ്കിസ്നോഫ്രീനിയ രോഗികൾ അന്തർമുഖരും നാണം കുണികളും പതിഞ്ഞ സ്വഭാവമുള്ളവരുമായിരിക്കും. അവർ ഒരിക്കലും സന്തോഷവന്മാരോ ഊർജ്ജസ്വലരോ ആയിരിക്കില്ല.
ഇവർ പെൺവിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവരുമായിരിക്കും. മറ്റാളുകളുമായി ഇടപഴകുമ്പോൾ സ്വഭാവ വൈകൃതം പ്രകടിപ്പിക്കും. പീതാംബരൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ജോലിക്കാര്യത്തിൽ മറ്റുള്ളവരുമായി ഇടപെടുന്നതിലും അയാൾ മിടുമിടുക്കനായിരുന്നു. പീതാംബരൻ കൊല്ലപ്പെടുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിലെ മുറി ഒഴിഞ്ഞുപോയ ലക്ഷ്മണൻ നായർക്ക് ബില്ല് സെറ്റിൽ ചെയ്ത് രസീത് കൊടുക്കുകയും ബാക്കി പണം കൊടുക്കുകയും ചെയ്തു. അയാളുടെ വാഹനം പുറത്തേക്ക് എടുക്കുന്നതിനും പീതാംബരൻ സഹായിച്ചു. 1982 ജൂണിൽ ടൂറിസ്റ്റ് ഹോമിൽ റിസപ്ഷനിസ്റ്റായി ജോലിക്ക് ചേർന്നത് മുതൽ ഇടപാടുകാരുമായും കൂടെ ജോലി ചെയ്യുന്നവരുമായും വളരെ നല്ല രീതിയിലാണ് ഇയാൾ പെരുമാറിയിരുന്നത്. ഒരു സ്കീസ്നോഫ്രീനിയ രോഗിക്ക് ഇത് സാധ്യമല്ല. കലാകായിക പ്രവർത്തനങ്ങളിൽ സജീവമായി പീതാംബരൻ പങ്കെടുത്തിരുന്നതായി ഇയാളുടെ മുൻകാല ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രേമബന്ധത്തിന്റെ കാര്യം ഇങ്ങനെയായിരുന്നു. പീതാംബരന് മായയെ ഇഷ്ടമായിരുന്നു. എന്നാൽ മായയ്ക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോ ഇയാൾ പിന്മാറി. പിന്നീട് പീതാംബരൻ സാധാരണ രീതിയിൽ മായയോടും അവരുടെ വീട്ടുകാരോടും ഇടപെടാൻ തുടങ്ങി. 1983 ജനുവരി 30 മായയുടെ കല്യാണം. ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്ന പ്രകാരം പീതാംബരന് പ്രേമനൈരാശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ മായയുടെ വിവാഹത്തിന് ശേഷം 3 മാസത്തെ തയ്യാറെടുപ്പോടെ ആത്മഹത്യ ചെയ്തുവെന്ന് വിശ്വസിക്കേണ്ടി വരും. അത്രമാത്രം വിചിത്രമാണ് ആ കണ്ടെത്തൽ. മറ്റൊരു കാര്യം, ഡോക്ടർ വർമ്മയെ പീതാംബരൻ പിന്നീട് 2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാകട്ടെ മായയുടെ കല്യാണത്തിന് വളരെ മുമ്പും. ആത്മഹത്യാവാദത്തെ പിന്താങ്ങാൻ ഉയർത്തിക്കാട്ടുന്ന 3ാമത്തെ കാരണം ഇതായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉമാദത്തന്റെ അഭിപ്രായത്തിൽ പീതാംബരന്റെ ശരീരത്തിൽ കാണപ്പെട്ട പരുക്കുകൾ ഉയരത്തിൽ നിന്നും ഉള്ള വീഴ്ചയിൽ നിന്ന് പറ്റാവുന്നവയാണ്. ഫോറൻസിക് മെഡിക്കൽ വിഭാഗം മേധാവിയായ ഡോക്ടർ ഉമാദത്തന്റെ മേൽനോട്ടത്തിലായിരുന്നു ഡോക്ടർ EV രാജ പീതാംബരന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തത്. പീതാംബരന്റെ ലിംഗത്തിലും വൃഷണത്തിലും ഉണ്ടായിരുന്ന മുറിവുകൾ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവയാണെന്ന് ഡോക്ടർ ഉമാദത്തൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ അഭിപ്രായത്തെ മാറ്റി പറഞ്ഞ ഡോക്ടർ ഉമാദത്തൻ പീതാംബരന്റെ മുറിവുകൾ ചാടി വീണത് മൂലം ഉണ്ടായതാണെന്ന് ക്രൈംബ്രാഞ്ചിന് രേഖാമൂലം എഴുതി കൊടുത്തതിലുള്ള സത്യസന്ധതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പീതാംബരൻ വധക്കേസിന്റെ അന്വേഷണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒന്നായിരുന്നല്ലോ ഡമ്മി പരീക്ഷണം. പീതാംബരൻ ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് ആരോ മൃഗീയമായി തല്ലി ചതച്ച് അവശനാക്കി പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനായിരുന്നു ഡമ്മി പരീക്ഷണം. സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറി ഡയറക്ടർ YN സീഗൾ, ഊർജതന്ത്രം ഡിവിഷൻ മേധാവി ഡോക്ടർ ശ്രീറാം സിംഗ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ ഫോറൻസിക് വകുപ്പ് ഡയറക്ടറും സ്റ്റേറ്റ് മെഡിക്കോ ലീഗൽ ഉപദേഷ്ടാവുമായ ഡോക്ടർ VK ജയപാൽ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഫോറൻസിക് വിഭാഗം മേധാവി പ്രൊഫസർ GR ഭാസ്കർ എന്നിവരായിരുന്നു ഡമ്മി പരീക്ഷണത്തിൽ പങ്കെടുത്ത വിദഗ്ധർ. CBI കൊച്ചി ഓഫീസിലെ സൂപ്രണ്ട് ആശാ വിനോദരാജ്, മറ്റൊരു ഓഫീസറായ വർഗീസ് P തോമസ്, ഇൻസ്പെക്ടർ S വിജയകുമാർ എന്നിവരും ഡമ്മി പരീക്ഷണത്തിന് എത്തിയിരുന്നു. 1986 ജൂൺ 6 പുലർച്ചെയായിരുന്നു പരീക്ഷണം. വെള്ള മന്മത്തുളിയും പഞ്ഞിയും ഈറ്റയും നൂലും ഉപയോഗിച്ച് CBI ഓഫീസർ വർഗീസ് P തോമസും ഇൻസ്പെക്ടർ വിജയകുമാറും കൂടി നേരത്തെ തന്നെ പീതാംബരന്റെ അതേ തൂക്കത്തിലും അളവിലുമുള്ള ഒരു ഡമ്മി ഉണ്ടാക്കിയിരുന്നു. പരീക്ഷണ ദിവസം അതിരാവിലെ പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിലെത്തി. 2-3 പോലീസുകാരും ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു സഹായികളായി. ടെറസിൽ നിന്നും ഡമ്മി താഴേക്കിട്ട് 4 പ്രാവശ്യം പരീക്ഷണം നടത്തി. ഒരു തവണ കാലുകൾ താഴേക്കും തല മുകളിലുമായി ഡമ്മി മേലോട്ട് ഉയർത്തി വേഗത്തിൽ താഴേക്കിട്ടു. രണ്ടാമതായി ഡമ്മി സൺഷെയ്ഡിനോട് ചേർത്ത് ഉരസി താഴേക്കിട്ടു. 3-ാം തവണ തലകീഴായി താഴേക്കിട്ടു. 4-ാം തവണ ഇതേ പരീക്ഷണം തന്നെ അല്പം കൂടി ബലം പ്രയോഗിച്ച് നടത്തി. ഡമ്മികൾ ഓരോ പരീക്ഷണത്തിലും താഴെ വീഴുന്ന സ്ഥലവും ദൂരവും കണക്കിലെടുത്ത് വിശകലനം ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കാര്യം വ്യക്തമായി. പീതാംബരനെ മൃതപ്രായനാക്കിയ ശേഷം താഴേക്ക് ഇടുകയോ വലിച്ചെറിയുകയോ ആണ് കൊലയാളികൾ ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കൊലക്കേസ് അന്വേഷണത്തിന് ഡമ്മി പരീക്ഷണം പ്രയോഗിച്ചത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഡമ്മി പരീക്ഷണം തെളിവായി സ്വീകരിക്കുകയും ചെയ്തു. ഈ ഡമ്മി പരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പരീക്ഷണം കൂടി അടുത്ത ദിവസം പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിൽ നടത്തി. പീതാംബരനെ എറണാകുളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം ടൂറിസ്റ്റ് ഹോമിന്റെ കിഴക്കേ മുറ്റത്ത് മണൽക്കോണയുടെ മുകളിൽ റിസപ്ഷൻ കൗണ്ടറിന്റെ താക്കോൽക്കൂട്ടം, ടോർച്ച്, ഒരു ലാത്തി എന്നിവ ചേർത്ത് വെച്ചതായി കാണപ്പെട്ടു. ഈ വക സാധനങ്ങൾ ടെറസിന് മുകളിൽ നിന്ന് താഴേക്കിട്ടാൽ ഒന്നിച്ച് ചേർത്ത് വെച്ചതുപോലെ വീണു കിടക്കുമോ? ഇതറിയാനായിരുന്നു അടുത്ത പരീക്ഷണം.
അത്തരത്തിലുള്ള ടോർച്ച്, ലാത്തി, താക്കോൽക്കൂട്ടം എന്നിവ CBI ഓഫീസർ തന്നെ കൊണ്ടുവന്നു. മുകളിൽ നിന്നും അവ താഴേക്കിട്ടപ്പോ മൂന്നും അകന്നകന്ന് 3 സ്ഥലത്തായിട്ടാണ് പതിച്ചത്. അതായത് ആ തൊണ്ടി സാധനങ്ങൾ മണൽക്കൂനയുടെ മുകളിൽ കൊണ്ടുപോയി ഇട്ടതാണെന്ന് സംശയാതീതമായി തെളിഞ്ഞു. എല്ലാ ദിവസവും 5-ന് മുമ്പ് മോട്ടോർ സ്റ്റാർട്ടാക്കി കുറച്ചു കഴിഞ്ഞ് വാട്ടർ ടാങ്കിൽ വെള്ളം നിറഞ്ഞു എന്നറിയാൻ പീതാംബരനും നൈറ്റ് ഡ്യൂട്ടിയിലുള്ള റൂം ബോയും പോകുക പതിവായിരുന്നു. പീതാംബരൻ താക്കോൽക്കൂട്ടവും ലാത്തിയും ടോർച്ചും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഇതറിയാവുന്നവരായിരുന്നു പീതാംബരന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമായി. ഈ ഭീകരമായ കൊലപാതകത്തിന് പിന്നിൽ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിന്റെ ഉടമസ്ഥൻ നാരായണനും അയാളുടെ അംഗരക്ഷകനും ഡ്രൈവറുമായ VV ശശി എന്ന VV സലീമും റൂം ബോയ് ശിവദാസനും മാനേജർ AV സുബ്രഹ്മണ്യനുമാണെന്ന് CBI ഓഫീസർ വർഗീസ് പി തോമസും സംഘവും കണ്ടെത്തി. പീതാംബരൻ കൊലക്കേസിന്റെ വിചാരണ എറണാകുളം 3ാം അഡീഷണൽ സെഷൻസ് കോടതിയിലായിരുന്നു അരങ്ങേറിയത്. കൃത്യമായി പറഞ്ഞാൽ 1987 ഓഗസ്റ്റ് 10 മുതൽ 1998 മാർച്ച് 25 വരെ വിചാരണ നടന്നു. ഇക്കാലത്താണ് K. മധു സംവിധാനം ചെയ്ത ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമ റിലീസ് ചെയ്തത്. പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന കൊലപാതകത്തെ ആസ്പദമാക്കിയാണ് SN സ്വാമി തിരക്കഥ എഴുതിയെന്നും മറ്റും അക്കാലത്ത് സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നു. കേസിന്റെ ഗതിയെ ഇത് ബാധിക്കുമോ എന്ന് CBI ഓഫീസിൽ വർഗീസ് പി തോമസിനും സംഘത്തിനും സംശയമുണ്ടായിരുന്നു. എന്തായാലും ഈ സംഘം സിനിമ റിലീസായ ഉടൻ തിയേറ്ററിൽ പോയി ചിത്രം കണ്ടു. സത്യത്തിൽ വർഗീസ് പി തോമസ് എന്ന CBI ഓഫീസർ തന്നെയായിരുന്നു സിനിമയിൽ മമ്മൂട്ടി അനുകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതി, സംസാരം, എന്തിനേറെ ഭക്ഷണകാര്യങ്ങൾ വരെ കോപ്പിയടിച്ചിരുന്നു. അക്കാലത്ത് വർഗീസ് പി തോമസ് എന്ന CBI ഓഫീസർക്ക് പെപ്റ്റിക് അൾസർ പിടിപെട്ടിരുന്നു. അതുകൊണ്ട് ചായയും കാപ്പിയും ഒഴിവാക്കി പാലിൻ വെള്ളമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സിനിമയിൽ മമ്മൂട്ടിയും അങ്ങനെ തന്നെ ചെയ്തിരുന്നു. മമ്മൂട്ടിയും SN സ്വാമിയും ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചത് SP രാധാ വിനോദരാജിൽ നിന്നാണ്. അദ്ദേഹം മമ്മൂട്ടിയോടൊപ്പം മഹാരാജാസ് കോളേജിൽ പണ്ട് പഠിച്ചിരുന്നു. കൂടാതെ SN സ്വാമിയുടെ അയൽവാസിയുമായിരുന്നു SP രാധാ വിനോദരാജ്. CBIയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചൊരു സിനിമയായിരുന്നു ഒരു CBI ഡയറി കുറിപ്പ്. പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോമിലെ റിസപ്ഷനിസ്റ്റ് പീതാംബരനെ വധിച്ച കേസിൽ 1-ാം പ്രതിയായ ടൂറിസ്റ്റ് ഹോം ഉടമ നാരായണൻ ഗൂഢാലോചന നടത്തിയെന്നും 2-3 പ്രതികളായ നാരായണന്റെ ഡ്രൈവർ VV ശശിയുടെ ടൂറിസ്റ്റ് ഹോമിലെ റൂം ബോയ് ശിവദാസനും കൊലപാതകവും ഗൂഢാലോചനയും നടത്തിയെന്നും കോടതി കണ്ടെത്തി. 4-ാം പ്രതിയായ ടൂറിസ്റ്റ് ഹോം മാനേജർ സുബ്രഹ്മണ്യൻ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി. 1 മുതൽ 3 വരെ പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 4-ാം പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കി. ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട 3 പ്രതികളും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 1-ാം പ്രതി പോളക്കുളത്ത് നാരായണന് വേണ്ടി സുപ്രീം കോടതി അഡ്വക്കേറ്റ് റാംജത്ത് മലാനി ഹാജരായി. നാരായണനെതിരെ കൊലപാതകവും ഗൂഢാലോചന കുറ്റവും തെളിയിക്കാൻ വേണ്ട രേഖകളോ തെളിവോ ഇല്ലെന്നും തന്റെ കക്ഷിയെ വിട്ടയക്കണമെന്നും ജത്മലാനി വാദിച്ചു. കുറ്റം ചെയ്യുന്നതിനുള്ള കാരണങ്ങളോ അവസരമോ ഇല്ലെന്നും പീതാംബരൻ മാനസിക വിഭ്രാന്തി കാരണം ആത്മഹത്യ ചെയ്തതാണെന്നും റാംജത്ത് മലാനി സമർത്ഥിക്കാൻ തീവ്രമായി ശ്രമിച്ചു. 2-ാം പ്രതിക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് MM സുകുമാരൻ നായരാണ്. അദ്ദേഹം പറഞ്ഞത് 2-ാം പ്രതിയായ ശശിയുടെ സാന്നിധ്യം ടൂറിസ്റ്റ് ഹോമിലോ പരിസരത്തോ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ലെന്നാണ്. ശശിയെ കണ്ടു എന്ന് പറയുന്ന 4-ാം സാക്ഷി പ്രസന്നന്റെ മൊഴി കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം വാദിച്ചു. 3-ാം പ്രതിയായ ശിവദാസിന് വേണ്ടി വാദിച്ചത് PP അയ്യപ്പനായിരുന്നു. ശിവദാസിനെതിരെ ഏക സാഹചര്യ തെളിവ് പീതാംബരന്റെ കൂട്ടത്തിൽ അവസാനമായി അയാളെയാണ് കണ്ടതെന്നും അത് അയാൾക്കെതിരെ ഉപയോഗിക്കരുതുമെന്നുമായിരുന്നു വക്കീലിന്റെ വാദം. പ്രതിഭാഗം വക്കീലന്മാർ ശക്തമായ ഭാഷയിൽ വാദിച്ചത് ഈ കേസിലെ തെളിവുകൾ ധാരാളം പാളിച്ചകൾ ഉണ്ടെന്നും കൃത്രിമത്വത്തിന്റെ നിഴലുകൾ ഉണ്ടായിരുന്നുവെന്നുമായിരുന്നു. കേസ് അന്വേഷണത്തിന്റെ 3-ാം ഘട്ടത്തിൽ CBIയുടെ അന്വേഷണത്തിൽ തെളിവുകൾ കെട്ടിച്ചമച്ചതായി സംശയമുണ്ട് എന്നവർ സമർത്ഥിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് 1-2 പ്രതികൾ നൽകിയ അപ്പീലുകൾ തള്ളിക്കളഞ്ഞു. അവരുടെ ജീവപര്യന്തം ശരിവച്ചു. 3-ാം പ്രതിയെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി ശിക്ഷ റദ്ദാക്കി വിട്ടയച്ചു. ഇതേ തുടർന്ന് പോളക്കുളത്ത് നാരായണനും VV ശശിയും സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. അഡ്വക്കേറ്റ് റാംജത്ത് മലാനിയെ കൂടാതെ പ്രശസ്തരായ കപിൽ സിബലും ഫിറോസും അവർക്ക് വേണ്ടി ഹാജരായി. CBIക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ
ജനറൽ KTS തുളസിയായിരുന്നു സുപ്രീം കോടതിയിൽ വാദം നടത്തേണ്ടിയിരുന്നത്. എന്നാൽ എന്തുകൊണ്ട് വളരെ ജൂനിയറായ ഒരു വക്കീലാണ് വാദം നടത്താൻ സുപ്രീം കോടതിയിൽ ഹാജരായത്? പ്രഗത്ഭനായ രാംജത്ത് മലാനി ശക്തിയുക്തം കേസ് വാദിച്ചു. CBIയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പ്രകടനവും ഉണ്ടായില്ല. അങ്ങനെ 1-2 പ്രതികളെ സുപ്രീം കോടതി വെറുതെ വിട്ടുകൊണ്ട് 1994 ഒക്ടോബർ 27 വിധി വന്നു.